மண்ணிலூதித்தவரே உமக்கு விண்ணில் மகிமையா என்றென்றும் நான் புகழ் பாட வந்தே. ஏழையன் உள்ளத்தையே உமக்கு அர்ப்பணம் செய்திடுவேன், என்னையும் பிள்ளையாய் ஏற்றுக்கொள்ளும். விண்ணவரே மன்னவரே என்றென்றும் நாவாலே பாடுகிறேன் துதி. மாணிக்க தொட்டி நீவே என்றென்றும் மலராக தோன்றுதையா. காணிக்கையானேனையா எந்தன் உள்ளம் உம்மோடு சேர்ந்ததையா. மாணிக்க தொட்டி நீலே மன்னன் முகம் மலராக தோன்றுதையா. காணிக்கையானேனையா எந்தன் உள்ளம் உம்மோடு சேருதையா. ഹലോ പ്രൈസ് ലോർഡ്, എന്തുണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞ് വളരെ സന്തോഷം. എൻ്റെ പ്രിയരെ, സുഖമായിരിക്കുന്നല്ലോ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനും സുഖമായിരിക്കുന്നു ദൈവത്തിൻ്റെ മഹാകൃപയാൽ. ഈ ദിവസങ്ങളൊക്കെ ഒരുപാട് യാത്രകളായതുകൊണ്ട് ആമേൻ, സമയാസമയങ്ങൾ നിങ്ങളുടെ അടുത്ത് മെസ്സേജ് എത്തിക്കാൻ ഒരുപാട് പരിശ്രമം ഞാൻ നടത്തുന്നുണ്ട്. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര എതിർപ്പുകൾ ഉണ്ടാകാറുണ്ട്. അത് സുവിശേഷത്തിനുള്ള എതിർപ്പാണ്, അല്ലാണ്ട് ഞാൻ ആരുടെയും പോക്കറ്റ് അടിച്ചതുകൊണ്ടോ ആർക്കെങ്കിലും പൈസ കൊടുക്കൊണ്ടോ പിടിച്ചു നിർത്തുന്നതല്ല. സുവിശേഷ നിമിത്തമുള്ള എതിർപ്പുകൾ നിങ്ങൾക്കുള്ളതുപോലെ എനിക്ക് ചില സന്ദർഭത്തിൽ നേരിടാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ആരും അപായപ്പെടുത്താനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ മഹാകൃപ, കരുണ. എവിടെയാണോ സുവിശേഷം വേണ്ടാന്ന് പറയുന്നത് അവിടെ നമ്മൾ മാറിപ്പോകാറാണ് പതിവ്. അല്ലാതെ അവിടെ മസിൽ പിടിച്ച് നിന്ന് പ്രസംഗിക്കാറില്ല. ഇവിടെ നടത്തിയിട്ടേ പോകുള്ളൂ എന്ന് പറയാറില്ല. ഞങ്ങൾക്കും ഇതിനുള്ള അനുവാദം ഉണ്ടെന്നൊന്നും പറയാം. അങ്ങനെ അതിനൊന്നും മുഷ്ടി ചുറ്റാറില്ല. പൊതുവെ അങ്ങനെ ചെയ്യാറില്ല. അവിടെ സുവിശേഷം വേണ്ട, അടുത്ത സ്ഥലത്തോട്ട് പോവുക. അവിടെയും വേണ്ട, അടുത്ത സ്ഥലത്തോട്ട് പോവുക. അവിടെയും വേണ്ട, അടുത്ത സ്ഥലത്തോട്ട് പോവുക. അതാണ് നമ്മുടെ പരിപാടി. അതുകൊണ്ട് സുവിശേഷം ഒരിക്കലും തടസ്സം കൂടാതെ മുൻപോട്ട് അതിൻ്റെ ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ചില ഇടങ്ങളിൽ നമുക്ക് ബാൻ ചെയ്ത സ്ഥലങ്ങളുണ്ട്, അല്ലേ? നമ്മൾ അവിടെ ചെയ്യാൻ പാടില്ല. അങ്ങനെയുണ്ട്. സ്തോത്രം. പൗലോസിന് അങ്ങനെ ഒരു ഒരു വാശി പിടിച്ചൊരു മനുഷ്യനായിരുന്നു പൗലോസ്. നിങ്ങൾക്കറിയാം, 9-ാം അധ്യായം, അപ്പോസ്തല 9-ാം അധ്യായം, പൗലോസിൻ്റെ എൻകൗണ്ടർ അവിടെയാണല്ലോ, കർത്താവുമായിട്ടുള്ള എൻകൗണ്ടർ. ഈ പൗലോസ്, അതായത് ശൗല്, സ്തോത്രം, മഹാപുരോഹിതൻ്റെ കയ്യിൽ നിന്ന് കത്ത് മേടിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പം ഈ മഹാപുരോഹിതൻ്റെ കയ്യിൽ കത്തിനുള്ള സംവിധാനമുണ്ട്. അദ്ദേഹം എഴുതി കൊടുത്താൽ അതിനപ്പുറത്തേക്കൊന്നുമില്ല. അന്നത്തെ ഏറ്റവും വലിയ ഗവൺമെൻറ് ഒരു ഓഫീസാണ് മഹാപുരോഹിതൻ, കേട്ടോ. അപ്പോൾ അദ്ദേഹം ലെറ്റർ എടുത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ മുകളിലോട്ട് അപ്പീൽ വേറെ ഇല്ല. അതുകൊണ്ട് ആ കത്തുമായിട്ട് ഒരു മനുഷ്യനെ പിടിച്ച് കെട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്, കൊല്ലാനും അത് മതി. അന്നത്തെ കാലം അങ്ങനെയാണല്ലോ, രാജാക്കന്മാർ ഭരിക്കുന്ന കാലമാണ്. എന്ന് മാത്രമല്ല, അന്നത്തെ ഗവൺമെൻറ് ആയിരുന്ന റോമാ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെങ്കിലും ജനമുണ്ടായിരുന്നെങ്കിലും യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഭരണ സംവിധാനവും നിയമ സംവിധാനവും ഒക്കെ ഉണ്ട്. അത് വെച്ചാണ് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ മാർഗക്കാരായ ആളുകളെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുവാൻ ഒരു സമ്മതപത്രം, ഒരു ഓർഡിനൻസ്, അങ്ങനെ നമുക്കതിനെ പറയാം, ഒരു ഓർഡിനൻസ്. ആ ഓർഡിനൻസ് പുറപ്പെടുവിച്ച മനുഷ്യനാണ് ഈ മഹാപുരോഹിതൻ. ആ ഓർഡിനൻസ് കൈ കിട്ടിയ ആളാണ്, അത് നടപ്പിലാക്കാൻ കയ്യിൽ കിട്ടിയ ആളാണ് ശൗല്, കേട്ടോ. അപ്പം ഈ പുറപ്പെടുവിക്കാൻ കപ്പാസിറ്റിയും അധികാരവും ഉള്ളവനാണ് മഹാപുരോഹിതൻ. അപ്പം മഹാപുരോഹിതനാണ് ഇത് കൊടുത്തു വിടുന്നത്. അവിടെ എവിടെയെല്ലാം പോയി ആൾക്കാരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാമെന്നുള്ള ഈ ഒരു ലെറ്റർ, ഈ ഒരു ഓർഡിനൻസിൻ്റെ പകർപ്പ് ഈ മഹാപുരോഹിതനാണ് ഈ ശൗലിന് കൊടുക്കുന്നത്. അപ്പം അത്രയ്ക്കും തീഷ്ണതയുള്ള ഒരു മനുഷ്യനായിരുന്നു ശൗല്. എങ്ങനെയെങ്കിലും ഈ മാർഗക്കാരെ തകർത്ത് തരിപ്പണമാക്കണം, ഇത് ഉണ്ടാകരുത് ഇനി ഭൂമിയിൽ എന്ന് ചിന്തിച്ച ഒരു മഹാപുരോഹിതൻ. ഇത് ആരാ? ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, ഇല്ലേ? ആലയത്തിൽ
ദൈവത്തിൻ്റെ പ്രതിനിധിയായിരുന്ന ന്യായപ്രമാണ പ്രകാരം ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മഹാപുരോഹിതൻ. അതാണ് ഞാനൊരു പ്രസംഗത്തിൽ പണ്ടെന്നോ പറഞ്ഞായിരുന്നു. ഇവർ ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന 120 പേരുടെ ഒരു സംഘം. സ്തോത്രം. ഒരു കാരണവശാലും പള്ളിക്കാരോ അല്ലെങ്കിൽ ദേവാലയത്തിലുള്ളവരോ അവിടെ ശുശ്രൂഷിക്കുന്നവരാരും ഇവരെ അംഗീകരിക്കുന്നില്ല. ഇവരൊരു കാരണവശാലും അവരെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിന് കൂടുതൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഇവിടെ ഒരു വലിയ പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാപുരോഹിതൻ്റെ കൂടെ ഉള്ളവരും മഹാപുരോഹിതൻ്റെ ആളുകളുമൊക്കെ, ദേവാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഇവർക്കെതിരെ തിരിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, അവരെ ന്യായപ്രമാണം കൈ കിട്ടിയവരാ. അതുകൊണ്ട് അവർ അത് വെച്ചാണ് ആലയത്തിൽ ശുശ്രൂഷിക്കുന്നത്. പക്ഷെ ഇവിടെ കുറച്ച് പേരിപ്പം ഒരു പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവര് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുമുണ്ട്. എന്നാന്ന് പിടികിട്ടുന്നില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ ഈ പൊങ്ങി വന്ന ഈ സംഭവത്തെ അടിച്ചമർത്തിയില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല. അത് തിരിച്ചറിഞ്ഞ മഹാപുരോഹിതൻ ഒരു മടിയും കാണിച്ചില്ല ലെറ്റർ കൊടുക്കാൻ. സ്തോത്രം. ലെറ്റർ കൊടുത്തു. ആ ഓർഡിനൻസിന്റെ പകർപ്പ് ശൗലിന്റെ കയ്യിലിരിക്കുക. സ്തോത്രം. നടപ്പിലാക്കി വരിക. കുറച്ച് ഭാഗങ്ങളിലൊക്കെ നടപ്പിലാക്കി കേട്ടോ, നടപ്പിലാക്കിയില്ല എന്നൊന്നും പറയണ്ട. അവിടെ അങ്ങനെ എഴുതിയേക്കുന്നത്. അടുത്തത്, ഈ മാർഗക്കാരെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുക. ഏതാ? ദമാസ്കസിലേക്ക് പോകുന്ന വഴിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓർഡിനൻസിന്റെ വാലിഡിറ്റി പീരീഡ് തീർന്നായിരുന്നു. സ്തോത്രം. കാരണം അധികം നേരം ഈ ഓർഡിനൻസും വെച്ചുകൊണ്ടിരിക്കാൻ ശൗലിനും പറ്റിയില്ല. ഈ ഓർഡിനൻസ് ഓട്ടത്തിനിടയ്ക്ക് കർത്താവ് തന്നെ നേരിട്ടിറങ്ങി വന്നു കേട്ടോ. ഓർഡിനൻസിന് വലിച്ചു കീറി ദൂരെ കളഞ്ഞു. ഇപ്പൊ ഓർഡിനൻസ് ഇല്ലാതെ ഒരു മനുഷ്യൻ ഇത് വായിക്കുന്ന കണ്ണ് വേണ്ടേ? കണ്ണുമില്ല. കണ്ണും പീസായി കഴിഞ്ഞ 3 ദിവസമായി നേർവീതിയിലുള്ള യൂതയുടെ വീട്ടിലിരിക്കുക. സ്തോത്രം. നമുക്ക് ശൗലിനോട് ചോദിക്കാം, അല്ല ചങ്ങായി, ഈ കയ്യിലൊരു ഓർഡിനൻസ് ഉണ്ടായിരുന്നു, അതെന്തി? ഓർഡിനൻസോ? ഷോ, അദ്ദേഹത്തെ അതിനെക്കുറിച്ച് ഒരു വാക്ക് പിന്നെ മിണ്ടുന്നില്ല. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ വാക്ക് പിന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അധികാരപത്രം എന്നൊരു വാക്ക് പിന്നെ കണ്ടിട്ടുണ്ടോ? ആ വീഴ്ചയിൽ ഇത് എവിടെയോ സാധനം പോയി. അത്രയ്ക്ക് ഉള്ളായിരുന്ന ആ അധികാരപത്രം കേട്ടോ. ദൈവത്തിൻ്റെ മുൻപിൽ ഒരു അധികാരപത്രം, ഓർഡിനൻസിനുണ്ടായ വില കണ്ടോ? നീ ശ്രദ്ധിച്ചേ. ഞാൻ ബൈബിളിലെ കാര്യം പറഞ്ഞു കേട്ടോ, അത് ശ്രദ്ധിച്ചിരുന്നു. ഭയങ്കര ഉഗ്രരൂപിയായിട്ട് വന്ന മനുഷ്യനാ. നിമിഷ നേരം കൊണ്ട് കണ്ണും പോയി, ഇരിപ്പ, ഭക്ഷണവും കഴിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഉപദ്രവിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നു. അതാണ് ഈ മാർഗത്തിന്റെ പ്രത്യേകത. ഏതവനാണോ ഉപദ്രവിക്കാൻ മുന്നോട്ട് ചാടുന്നത്, അവൻ ഒരു പ്രാർത്ഥനാ വീരനായി മാറും. ഏത് വ്യക്തിയാണോ ഈ മാർഗത്തെ ഏറ്റവും അധികം ഉപദ്രവിക്കുന്നത്, അവന് ദൈവം അവസരം കൊടുക്കും കേട്ടോ, അവസരം കൊടുക്കും. മറുത്ത് മത്സരിക്കുകയാണെങ്കിൽ, അല്ലേ? ബൈബിളിൽ വാക്യമുണ്ട്, കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മയെ അനുഭവിക്കും, മറുത്തു മനസ്സിരിക്കുന്നുവെങ്കിലോ വാളിനിരയായിത്തീരും. ഏതായി വാള്? വചനമെന്ന വാൾ. സ്തോത്രം. അല്ലാണ്ട് നമുക്ക് വാക്കത്തെയും പിച്ചാത്തിയും അരിവായൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് ഈ ആയുധമാണ്. ഇതാണ് നമ്മുടെ ആയുധം. സ്തോത്രം. പ്രാർത്ഥിക്കാൻ അങ്ങ് ഇരുന്നാൽ ഈ ലോകത്തിലെ ദുഷ്ടാത്മസേന എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ ഒരു സൈന്യം വന്നാലും, മനുഷ്യനല്ല കേട്ടോ, മനുഷ്യനല്ല, പിശാചിൻ്റെ ഒരു സൈന്യം വന്നാലും അവനറിയാം നമ്മളാരാണെന്ന്. സ്തോത്രം. അധികാരപത്രം വാങ്ങിയവനാണ് പൗലോസ്, ഈ ശൗല്. പക്ഷേ അധികാരപത്രത്തിന് എന്നാ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു? എത്ര നേരം ഉണ്ട്? അവിടെ നിന്ന് ദമാസ്കസിലേക്ക് വരുന്ന ദൂരത്തിന് സമയം പോലും ഇല്ല ഈ പത്രത്തിന്. അതിനുള്ളിൽ ഇടപെടേണ്ടിവനെ ഇറങ്ങി ഇടപെട്ടു. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയും വേണ്ട, ഭയപ്പെടുകയും വേണ്ട. ഏറ്റവും കൂടുതൽ സുവിശേഷത്തെ ഉപദ്രവിക്കുന്നവൻ തല്ലും കൊണ്ട് ഓടി നടന്ന് പ്രസംഗിക്കേണ്ടി വരും. അതാണ് ഈ മാർഗത്തിൻ്റെ പ്രത്യേകത, ഇല്ലേ? പൗലോസിന് അതാ സംഭവിച്ചത്. പൗലോസ് അടിയും മേടിക്കുക, പിന്നെ ചാടി എഴുന്നേറ്റോളുക, ഓടിക്കോളുക, വീണ്ടും പ്രസംഗിച്ചോളുക, അടിയും മേടിച്ചോളുക, ചാടി എഴുന്നേറ്റോളുക, വീണ്ടും പ്രസംഗിക്കുക, കൊട്ടയ്ക്കകത്ത് കയറിക്കൊള്ളുക, യാത്ര ചെയ്തോളുക, പ്രസംഗിക്കുക. കണ്ടോ? അയ്യോ, സ്തോത്രം.
അപ്പൊ സുവിശേഷത്തെ എതിർക്കുന്നവരുടെ അവസ്ഥ ആലോചിക്കുക. അവർ രക്ഷിക്കപ്പെട്ടെങ്കിൽ സ്വതന്ത്രം പണ്ടത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു അതിനേക്കാൾ തീക്ഷ്ണതയുള്ളവരായി അവർ കർത്താവിന് വേണ്ടി പ്രയാണപ്പെടും. അങ്ങനെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചു നോക്കി, കർത്താവെ അവരെ ദൈവം ശക്തന്മാരാക്കിയ ശുശ്രൂഷകന്മാരെ ദൈവം മാറ്റണമേ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. സ്തോത്രം. മറ്റൊരു സംസ്ഥാനത്ത് യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ ഒരുപാട് ദിവസമാരുണ്ടായിരുന്നു. ഒരു ടീമുള്ള മൊത്തത്തിൽ യാത്ര ചെയ്തപ്പോഴാണ് അവിടെ ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്ന ഒരാൾ, ഉപദ്രവിക്കാൻ വന്ന ഒരാളാണ്. ആ ഉപദ്രവിക്കാൻ വന്ന ഒരാൾ, ഒരുപാട് പേര് വന്നു, അതിനകത്ത് ഒരാൾ മാനസാന്തരപ്പെട്ട് അദ്ദേഹം കേരളത്തിൽ വന്ന് ബൈബിൾ കോളേജിൽ പഠിച്ച് ഇന്ന് മിനിസ്റ്റർ ചെയ്യുക. സ്തോത്രം. ഉപദ്രവിക്കാൻ വന്ന കുറച്ച് പേരെ ഉപദ്രവിച്ചു. സ്തോത്രം. പക്ഷെ ആ മനുഷ്യൻ ഇന്ന് കർത്താവിന് വേല ചെയ്യുക. ഇതുപോലെ എത്ര സാക്ഷ്യം പറയാം. നിങ്ങൾ തന്നെ പിടികൊടുക്കാത്ത ആളായിരുന്നു അല്ലേ, ദൈവത്തിന് പിടികൊടുക്കാത്ത ആളായിരുന്നു. പക്ഷെ വളച്ചു കൂട്ടി ദൈവസന്നിധി കൊണ്ടുവന്നു. എങ്ങനെയായിരുന്നു? സ്തോത്രം. ദൈവം അനേകരെ എഴുന്നേൽപ്പിക്കാൻ പോയി. ഈ വർഷം ഒരുപാട് പേര് വിശ്വാസത്യാഗം സംഭവിച്ച് ഈ ഫീൽഡിൽ നിന്ന് പോകും. പക്ഷെ പുതിയ ഒരുപാട് പേരെ കർത്താവ് പിടിച്ചെഴുന്നേൽപ്പിക്കും. അല്പസമയമുള്ളൂ. അതുകൊണ്ട് ദൈവം മാക്സിമം കൃപയും കൊടുത്ത് അവനെ അങ്ങ് പറഞ്ഞു വിടുക. കുറച്ച് സമയമുള്ളതോ, അതുകൊണ്ടാ കുറച്ച് സമയമുള്ളൂ. അധികം സമയം നമ്മുടെ മുമ്പിലില്ല. സ്തോത്രം. ഇന്ന് രാവിലെ ചിലരെ അഭിഷേകം ചെയ്യാൻ, ചിലരെ ശുശ്രൂഷകന്മാരാക്കാൻ, ചിലരെ ഈ ദൗത്യത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യണം. സ്തോത്രം. പറയണം, കർത്താവ് നിന്നെ കണ്ടിരിക്കുന്നു ഈ മഹനീയമായി ശുശ്രൂഷിക്കായി. ഇന്ന് പല ബൈബിൾ കോളേജുകളിലും എന്തില്ലെന്നറിയോ? പിള്ളേരില്ല. ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ പിള്ളേർക്ക് ക്ഷാമമൊന്നുമില്ലാന്ന് ഞെളിഞ്ഞൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. അങ്ങനെ പല ആൾക്കാർ എന്നോട് പറഞ്ഞവരൊക്കെ പൂട്ടിക്കെട്ടി ഇപ്പോൾ ഒന്നുമില്ല, ഒറ്റ പിള്ളേരില്ല. പണ്ടൊരിക്കൽ ഒരാളെന്നോട് പറഞ്ഞത് ഇങ്ങനെയാ, ഞങ്ങളുടെ ബൈബിൾ കോളേജിന് അംഗീകാരം കിട്ടിയതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കുട്ടികളൊന്നും കുറയത്തില്ല, ഇഷ്ടം പോലെ പിള്ളേർ ഈ അംഗീകാരം കിട്ടിയതുകൊണ്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇപ്പം ആ കോളേജ് തന്നെ അവിടെ ഇല്ല. അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെടുക എന്നാണ് ബൈബിളിൽ വാക്ക് ചെയ്തേക്കുന്നത്. പിന്നെ പിള്ളേരില്ല, പലയിടത്തും പിള്ളേരില്ല. സ്തോത്രം. പിള്ളേരില്ല, പഠിക്കാൻ കുട്ടികളില്ലെന്ന്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ള ഒറ്റയൊരുത്തരില്ല. സ്തോത്രം. എന്നാൽ കുറേ വീരന്മാരുണ്ട്, പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സുവിശേഷ വേല കാണിയല്ല, നേരെ പിന്നെ അവർക്ക് പഠിപ്പിക്കുന്ന സാഹറാകണം. അങ്ങനെ കുറച്ച് പേരുണ്ട്. അയ്യോ എൻ്റെ പ്രിയരെ, നിങ്ങൾക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാൻ ആൾ വേണോ? ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ ബ്രോഷർ വലിച്ച് ദൂരെ കളഞ്ഞിട്ട് ഒറ്റ ഒരു ലൈൻ എഴുതുക, സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു 2 വർഷം അല്ലെങ്കിൽ 1 വർഷം എന്നും പറഞ്ഞ് നിങ്ങൾ ചെയ്തോ. ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇത് സുവിശേഷ വേലയ്ക്ക് ട്രെയിനിങ് ഇഷ്ടം പോലെ ഉണ്ടെന്നേ. അല്ലാതെ നിങ്ങൾ വേറെ പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ പണ്ടൊരു പ്രസംഗത്തിൽ പറഞ്ഞായിരുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ചില കോഴ്സുകൾ പോലും ഇല്ല, ചില അക്രഡിഷനുകളെ ഉണ്ടായിട്ടില്ല. ഞാൻ പഠിച്ച കാലത്ത്, നിങ്ങൾ പഠിച്ച കാലത്ത് ഉണ്ടായിരുന്നോ ചില അക്രഡിഷനുകൾ? ഓക്കെ, അതൊക്കെ നല്ലതാ കേട്ടോ, നല്ലതാ, അതൊന്നും മോശം പറയുന്നല്ല ഞാൻ. എന്ന് പറഞ്ഞാൽ അതൊക്കെ അതിന് ശേഷം ഉണ്ടായതാ, ഇനിയും പുതിയതുണ്ടാകട്ടെ, നല്ല കാര്യമാണ്. പക്ഷെ പിള്ളേർ വേണ്ടേ, പഠിക്കാൻ പിള്ളേർ വേണ്ടേ? സ്തോത്രം. ഈ ദിവസങ്ങൾ ഒരുപാട് പേര് സുവിശേഷ വിലയ്ക്ക് ഇറക്കാൻ നിങ്ങൾ മൂലം ഇടയാകട്ടെ. ഒരു ചെറുപ്പക്കാരനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയുമോ, ഞാൻ പോകുന്നിടത്തൊക്കെ ചെയ്യുന്നൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഒരു പ്രസംഗത്തിൽ 2 പേരെങ്കിലും ഞാൻ മിഷണറിമാരാക്കി അവിടെ നിന്ന് അവൻ പ്രിപ്പയർ ആക്കിയിട്ടേ ഞാൻ പോരുള്ളൂ. സ്തോത്രം. പഠിക്കട്ടെ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങട്ടെ. ഒരുപാട് കുട്ടികൾ അതുപോലെ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മളെ ഏൽപ്പിച്ചൊരു ദൗത്യം ദൈവമുണ്ട്. ദൈവം നമ്മളെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യത്തിലേക്ക് നിങ്ങൾ നിമിത്തം ഈ വർഷം 2 പേരെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങട്ടെ. പറ്റുമോ? പ്രാർത്ഥിക്കാം, ദൈവം നടത്തുന്നേ. സ്തോത്രം. നിങ്ങളൊരു ചെറുപ്പക്കാരനായിട്ട് കാണുമ്പോൾ അദ്ദേഹം ജോലി ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ജോലി ചെയ്യട്ടെ, പറയണം സുവിശേഷ വേലയുടെ ഭാഗമാകണം. നേഴ്സാണോ, പറയണം സുവിശേഷ വേലയുടെ ഒരു ഭാഗമാകണം. ആമേൻ. ഫുൾ ടൈം ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും ഒരു ഹാഫ് ടൈമെങ്കിലും ഇറങ്ങാമല്ലോ. സ്തോത്രം. ദൈവ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പോവാ. കണ്ണുടച്ചു. നല്ല ദൈവ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. ഈ പ്രഭാതത്തിൽ ഇവർ മൂലം ചിലർ കർത്താവിനെ അറിയട്ടെ. പൗലോസ് കർത്താവിന് വേണ്ടി
നിന്നത് ഞങ്ങൾ വായിച്ചു. ആമേൻ. അധികാരപത്രം കൊടുക്കുന്ന ആളുകൾ അവിടെ ഉള്ളപ്പോൾ തന്നെ ആ അധികാരപത്രത്തെ അസാധുവാക്കിക്കൊണ്ട് മുകളിൽ നിന്നൊരു അധികാരമുള്ളവൻ ഇറങ്ങി വന്ന് പൗലോസിനെ പിടിച്ച് ഒരു ശുശ്രൂഷകനാക്കി മാറ്റിയെങ്കിൽ, ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരിയുടെ മകനെ, ഈ സഹോദരിയുടെ മകളെ, ഈ സഹോദരനെ, ഈ ദൈവദാസനെ ശക്തനായ ഒരു ശുശ്രൂഷകനാക്കി ദൈവം മാറ്റണം. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണം. മനുഷ്യന് അസാധ്യം, ദൈവത്തിന് സർവ്വ സാധ്യം. കർത്താവൻ കാര്യങ്ങൾ ചെയ്താട്ടെ. ദമസ്കോസിൻ്റെ കർത്താവെ പടിവാതിക്കൽ വെച്ച് പൗലോസിനെ പിടിച്ച ദൈവം, കർത്താവെ ഒരുപാട് മതപരമായ വിദ്യാഭ്യാസം തനിക്ക് ലഭിച്ചെങ്കിലും അതൊന്നിനെക്കുറിച്ചൊന്നും പിന്നീട് പറയാതെ കർത്താവെ അറേബ്യയിൽ പോയിരുന്ന് ദൈവശബ്ദം കേട്ടതും ദൈവം ശക്തമായി ഫീൽഡിൽ ഉപയോഗിച്ചതുമാണ് അദ്ദേഹത്തിൻ്റെ അസറ്റ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. കർത്താവെ ഒരുപാട് പേരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഈ വർഷം ഇറക്കണമേ. ഞാനതിനോട് പ്രാർത്ഥിക്കുന്നു. ഈ ബൈബിൾ കോളേജുകളിലേക്കൊക്കെ നിറയെ യൗവനക്കാർ കടന്നു ചെല്ലട്ടെ, യൗവനക്കാർത്തികൾ കടന്നു ചെല്ലട്ടെ. അന്ത്യകാലത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലരെ കർത്താവ് റിക്രൂട്ട് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിന് വേണ്ടി റിക്രൂട്ട് ചെയ്യണമേ. ഞങ്ങളെ അതിനുവേണ്ടി കർത്താവ് ഉപയോഗിക്കണമേ. എന്നെ ഉപയോഗിക്കണമേ കർത്താവെ. ഈ ദൈവദാസന്മാരെ ദൈവം ഉപയോഗിക്കണമേ. കർത്താവാൻ കാര്യങ്ങളെ ചെയ്യണം. പ്രാർത്ഥന നന്ദി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, നിങ്ങൾ മൂലം 2 പേരെങ്കിലും സുവിശേഷ വേലക്കാരായി മാറണം ഈ വർഷം. 2 പേര് അത്ര മതി. ആമേൻ. നിങ്ങൾക്ക് ഒരുപാട് പേരെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത്ര നല്ലത്. കാരണം കൊയ്ത്ത് വളരെയുണ്ട്. കൊയ്ത്തിനായി നിലം വിളഞ്ഞിരിക്കുന്നു. വിത്തിടാൻ വിളഞ്ഞിരിക്കുന്നു എന്നല്ല കേട്ടോ. വിത്തിടാൻ കണ്ടം റെഡിയായെന്നല്ല, കൊയ്ത്തിനായി കൊയ്ത്തിനായി വിളഞ്ഞിരിക്കുക കേട്ടോ. ഞാനോടൊപ്പം ഇനി വിത്തിറക്കണം അല്ല, കൊയ്ത്തിനായി തയ്യാറാകാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.